ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നുള്ളത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഞാനിവിടെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെണ്ടക്ക ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെണ്ടക്ക നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. വഴന്ന് വന്നാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ചെറിയ ഉള്ളി വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. വെണ്ടക്ക ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തേങ്ങാപ്പാൽ എടുത്ത അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. അതിനിവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയല്ല ആരെങ്കിലും ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.